പെട്രോളും ഡീസലും GSTക്ക് കീഴിൽ കൊണ്ടുവരാൻ ഒരു സംസ്ഥാനവും ആഗ്രഹിക്കുന്നില്ല. വലിയ നികുതി നഷ്ടമുണ്ടാകുമെന്നത് ഒന്നാമത്തെ കാര്യം. ആ വരുമാനത്തിലും കേന്ദ്ര സർക്കാരിന്റെ പിടിവീഴുമെന്നത് രണ്ടാമത്തെ പ്രശ്നം. ഈ വിഷയത്തിൽ ഇന്നത്തെ GST കൗൺസിൽ യോഗത്തിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. The provision has already been made that it can be brought into GST. The one and only decision which is therefore expected is for the states to agree and come into the GST council and then decide what rate they will agree on. അതേസമയം നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ചില സേവനങ്ങളെ GSTയിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, റെയിൽവേ സ്റ്റേഷനുകളിലെ ക്ലോക്ക് റൂം, കാത്തിരിപ്പ് കേന്ദ്രം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്തുള്ള വിദ്യാർത്ഥി ഹോസ്റ്റലുകളെയും GSTയിൽ നിന്ന് ഒഴിവാക്കി. ഓൺലൈൻ വിൽപ്പനയുടെ നികുതി സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി ലഭിക്കാൻ നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനമുണ്ടായി. ആദ്യം GST വന്നതുകൊണ്ട് അവരിതെല്ലാം അടച്ചിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് സമയത്ത് ആ ഫോറത്തിനകത്ത് കറക്റ്റ് പൂരിപ്പിക്കാൻ പറ്റാത്തതൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലാകെ. അപ്പോൾ അത് 2020 വരെയുള്ള അത്തരം പെറ്റീഷനുകൾ, അത്തരം കാര്യങ്ങളിലുള്ളതിനകത്ത് അവർക്ക് ആ ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കുന്നതിൻ്റെ മറ്റും കണക്കുകൾ പിന്നീട് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കൊരു സാങ്കേതികമായിട്ട് അത് അനുവദിച്ചിട്ടുണ്ട്. അതൊരു വലിയ തോതിൽ ഈ കച്ചവടക്കാരിപ്പം ഈ അനാവശ്യമായ പല ലിറ്റിഗേഷനിലും കേസുകളിലും പെട്ട് കിടക്കുന്നതിന് പകരം കുറച്ചുകൂടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കടമെടുപ്പ് പരിധി കുറച്ചതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേക പാക്കേജിന് വേണ്ടിയുള്ള കേരളത്തിന്റെ ആവശ്യം. സിൽവർ ലൈൻ പദ്ധതിക്ക് വേഗത്തിൽ അനുമതി നൽകണമെന്ന് പ്രീ ബജറ്റ് യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടു. കേരളത്തിന് പുറമെ കർണാടകയും തമിഴ്നാടും അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.